അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7. അവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഷോ കളർ ഡ്യൂ ടു DD ട്രാൻസിഷൻ. അഥവാ ഞാനിപ്പോൾ ഇപ്പോൾ 7ാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ മനസ്സിലാകുന്നത് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇത്തവണ. അപ്പം അതെല്ലാം തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ, താഴത്തുനിന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഷോസ് കളർ ഡ്യൂ ടു DD ട്രാൻസിഷൻ എന്നാണ്. അപ്പം ഈ 4 ഓപ്ഷനുകളിൽ DD ട്രാൻസിഷൻ വഴി കളർ കാണിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കുക, NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, DD ട്രാൻസിഷൻ കളറിൻ്റെ റീസൺ ആണ്. DD ട്രാൻസിഷൻ മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളുണ്ട്. നമ്മൾ JEE അഡ്വാൻസിലേക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷനും പോളറൈസേഷനും ഒക്കെ DD ട്രാൻസിഷൻ്റെ ഒപ്പം തന്നെ കളറിൻ്റെ റീസണായി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കിപ്പോൾ തൽക്കാലത്തിന് DD ട്രാൻസിഷനിലേക്ക് വരാം. ഡിയിൽ 0 ഇലക്ട്രോണോ ഡിയിൽ 10 ഇലക്ട്രോണോ ഉള്ള സിസ്റ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ DD ട്രാൻസിഷന് അഥവാ T2Gയിൽ നിന്ന് EGയിലേക്ക് ഉള്ള അല്ലെങ്കിൽ EGയിൽ നിന്ന് T2Gയിലേക്കുള്ള ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷൻ DD ട്രാൻസിഷൻ പോസിബിൾ അല്ല. ഏതാ? ഡിയിൽ 0 ഇലക്ട്രോണോ 10 ഇലക്ട്രോണോ ആണെങ്കിൽ. അപ്പോൾ നമുക്കവിടെ നോക്കാം. ഇപ്പോൾ നമ്മൾ CuSO4 5H2O കോപ്പർ സൾഫേറ്റ് പെൻറ്റാഹൈഡ്രേറ്റിലേക്ക് വരുമ്പം അവിടെ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. കോപ്പർ നിൽക്കുന്നത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. അതൊക്കെ 3D9 കോൺഫിഗറേഷൻ ആണെന്ന് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലൂടെ മനസ്സിലാക്കാം. സോ ഡിയിൽ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം ഒന്നാമത്തെ ഓപ്ഷനിൽ ഏത് പോസിബിളാണ്? DD ട്രാൻസിഷൻ പോസിബിളാണ്. അയാൾ ബ്ലൂ കളറിൽ കാണപ്പെടുന്നു. DD ട്രാൻസിഷൻ പോസിബിളാണ്. രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ ഓപ്ഷനിൽ വരുന്ന ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചെക്ക് ചെയ്യാം. K2Cr2O7 പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ നിങ്ങൾ നോക്കുമ്പോൾ ക്രോമിയം +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അവിടെ ഡി ഇലക്ട്രോണുകളുടെ എണ്ണം പരിശോധിച്ചാൽ 0 ഇലക്ട്രോൺ എന്ന് പറയും. അതുപോലെ K2Cr4 പൊട്ടാസ്യം ക്രോമേറ്റ് എടുത്താൽ ക്രോമിയം എടുക്കുന്നു. അയാളുടെയും ഡി ഇലക്ട്രോണുകളെ പരിശോധിച്ചാൽ 0 ഇലക്ട്രോൺസ് ആണ്. അവിടെയും ക്രോമിയം +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിലേക്ക് വരുമ്പോൾ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. അവിടെയും ഡിയിൽ 0 ഇലക്ട്രോൺ. അപ്പോൾ ഓപ്ഷൻ 2ലും 3ലും 4ലും ഡിയിൽ 0 ഇലക്ട്രോൺസ് ആയതുകൊണ്ട് DD ട്രാൻസിഷൻ പോസിബിൾ അല്ല എന്ന് കരുതി അവർ കളർ കാണിക്കാതിരിക്കുന്നില്ല. DD ട്രാൻസിഷൻ പോസിബിൾ ആകുന്നത് എവിടെ എന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓപ്ഷൻ 1ൽ D9 കോൺഫിഗറേഷനാണ് DD ട്രാൻസിഷൻ പോസിബിൾ ആണ്. എന്നാൽ 2ലും 3ലും 4ലും DD ട്രാൻസിഷൻ പോസിബിൾ അല്ല. പക്ഷേ അവർ കളർലെസ് ആയിട്ടിരിക്കുന്നില്ല. പൊട്ടാസ്യം പെർമാംഗനേറ്റ് പർപ്പിൾ കളറാണ്. പൊട്ടാസ്യം ക്രോമേറ്റും അതുപോലെ തന്നെ പൊട്ടാസ്യം ഡൈക്രോമേറ്റും ഒക്കെ ഓറഞ്ച് കളറുള്ള ക്രിസ്റ്റലാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. പൊട്ടാസ്യം ക്രോമേറ്റ് യെല്ലോ കളറുള്ള ക്രിസ്റ്റലാണ്. അവെല്ലാം കളറാണ്, കളേർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ്. പക്ഷേ അവരിൽ DD ട്രാൻസിഷൻ ഇല്ല. അപ്പം നമുക്ക് മനസ്സിലാക്കണം, ഡിയിൽ 0 ഇലക്ട്രോൺസ് ആണെന്നിരിക്കട്ടെ, സബ്സ്റ്റൻസ് കളേർഡാണ്. അപ്പോൾ DD ട്രാൻസിഷൻ വെച്ചാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതും കൂടി ഇവിടെ മനസ്സിലാക്കുക, ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര അല്ലെങ്കിൽ ട്രാൻസിഷൻ എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ ഫിനോമിനാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ വഴിയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റും പൊട്ടാസ്യം ഡൈക്രോമേറ്റും പൊട്ടാസ്യം ക്രോമേറ്റും കളർ കാണിക്കുന്നത്. അത് എന്തുമൂലമല്ല, DD ട്രാൻസിഷൻ വഴിയല്ല. കാരണം ഡിയിൽ ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 1 ആണ് ശരിയായ ഉത്തരം. മനസ്സിലായെന്ന് കരുതുന്നു.